ജഗദസദ്ഭാതി സദിവ വ്യക്തിമാഗതം അജാതമനിരുദ്ധം ച യഥാ ശൂന്യത്വമമ്പരെ. ഈ ജഗത്ത് അല്ലെങ്കിൽ പ്രപഞ്ചം അസത്താണെങ്കിലും ഉള്ളതുപോലെ പ്രകാശിക്കുന്നു. വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, പക്ഷേ ഉള്ളതുപോലെ പ്രകാശിക്കുന്ന ഒന്നിനെയാണ് മിഥ്യ, ഭ്രമം, ഇല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. വ്യക്തിമാഗതം, സദിവ വ്യക്തിമാഗതം, ഉള്ള ഒന്നുപോലെ വ്യക്തമായി പ്രകാശിക്കുന്നു. അജാതം, എന്നാൽ ഇത് ഉണ്ടാകാത്തതാണ്, ജനിക്കാത്തതാണ്. അനിരുദ്ധം, അതുകൊണ്ട് തന്നെ മരിക്കാത്തതുമാണ്. യഥാ ശൂന്യത്വമമ്പരെ, ആകാശത്തിൻ്റെ തനതായ സ്വഭാവവിശേഷമാണ് ശൂന്യത. ആകാശം എന്ന് പറഞ്ഞാൽ ശൂന്യതയുടെ മറ്റൊരു പേരാണ് ആകാശം. വെളി എന്ന് പറയും. വെളി, വെട്ടവെളി എന്ന് തമിഴിൽ പറയും. മലയാളത്തിൽ വെളി എന്ന് മാത്രമേ പറയത്തുള്ളൂ. ശൂന്യാകാശം, വാക്വം. ഈ ആകാശം എന്ന ഒരു ഭൂതത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും എന്താണത്? ഒന്നുമില്ലായ്മ. ഒന്നുമില്ലാത്ത ഒന്നിനെ എന്തിന് ആകാശം എന്ന പേര് പറഞ്ഞ് വിളിക്കണം? എല്ലാം ആകാശത്തിലാണ് നിൽക്കുന്നത്. ഈ ആകാശം മുതൽ തുടങ്ങുന്നു ഭ്രമം. ആകാശം തന്നെ ഭ്രമമാണെങ്കിൽ ആ ആകാശത്തിൽ നിന്ന് പടിപ്പടിയായി ഉണ്ടായ പിന്നീടുള്ള 4 ഭൂതങ്ങളും ഭ്രമമല്ലാതെ വേറെ എന്താവും? ആലോചിച്ച് നോക്കുക. ആകാശം സത്യം എന്ന ഒരു വിചാരം നമുക്കുണ്ട്. ആ ധാരണ ആദ്യം പൊളിച്ചെഴുതണം. ശൂന്യതയാണ് ആകാശം പോലെ കാണപ്പെടുന്നത്. അമ്പരത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ ശൂന്യത്വം എങ്ങനെയാണോ അത് ആകാശത്തിൽ നിന്നുണ്ടായതല്ല, ആകാശത്തിൽ തിരിച്ചു ലയിക്കുന്നതുമല്ല. എന്ത്? ശൂന്യത. ആ ശൂന്യത ആകാശം എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ആകാശം പോലെ കാണപ്പെടുന്നു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി 68ാമത്തെ ശ്ലോകം വായിക്കാം. സാദ്യന്തമപ്യനാദ്യന്തമശൂന്യമപി ശൂന്യകം ജഗജ്ജാതം തഥാജാതമരുദ്ധം രുദ്ധമേവ ച. സാദ്യന്തം, ആദ്യന്തങ്ങളോട് കൂടിയതാണ് ഈ പ്രപഞ്ചം എന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ സമ്മതിക്കുന്നത്. നമ്മളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നോ ഉണ്ടായ ഒന്നാണ് ഈ പ്രപഞ്ചം. ഇത് എന്നെങ്കിലും ഇല്ലാതാവും, നശിക്കും. ആദ്യന്തങ്ങളോട് കൂടിയതാണെങ്കിലും അനാദ്യന്തം, ആദ്യന്തങ്ങളില്ലാത്തതാണ് ഈ പ്രപഞ്ചം. ഭ്രമത്തിനെന്ത് ആദ്യന്തങ്ങൾ? ഭ്രമം എപ്പോഴും ഇല്ലാത്തതാണ്. ആ ഭ്രമം എങ്ങനെ ആദി അന്തങ്ങളോട് കൂടിയതാവും? എന്നാലും ഉണ്ടാവുന്നതായും നശിക്കുന്നതായും കാണപ്പെടുന്നതായതുകൊണ്ട് ഭ്രമരൂപമായ ഈ പ്രപഞ്ചം ആദ്യന്തങ്ങളോട് കൂടിയതാണെന്ന് മനുഷ്യർ കരുതുന്നു. വാസ്തവത്തിൽ പ്രപഞ്ചത്തിന് ആദ്യന്തമില്ല. ഇല്ലാത്തതിന് എന്താദി എന്തന്തം? അശൂന്യമപി ശൂന്യകം. ഇത് വാസ്തവത്തിൽ ശൂന്യമാണ്. ഏത്? പ്രപഞ്ചം ഇല്ലാത്തതാണ്. ഇത് വെറും ഒരു കാഴ്ച മാത്രമാണ്, കഴമ്പില്ലാത്ത കാഴ്ച. ശൂന്യമാണെങ്കിലും ശൂന്യമല്ലാത്ത സത്യമായ ഒന്നെന്ന പോലെയാണ് ഈ പ്രപഞ്ചം കാണപ്പെടുന്നത്. ജഗജ്ജാതം, അങ്ങനെയുള്ള ഒരു ജഗത്ത് ഉണ്ടായി എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ജഗത്ത് ഒരു കാലത്തുമില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജഗത്തില്ലെങ്കിൽ ആ ഇല്ലാത്ത ജഗത്തിൽ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന നമ്മൾ എങ്ങനെ ഉള്ളവരാവും? ഞാനില്ല എന്നറിയുന്നതാണ് വേദാന്തത്തിൻ്റെ കാതൽ. വേദാന്തത്തിൻ്റെ സാരം അല്ലെങ്കിൽ കഴമ്പ് എന്ന് പറയുന്നത് ഞാനും പ്രപഞ്ചവും ഇല്ല എന്ന് അറിയുന്നതാണ്. ഇങ്ങനെ ജഗത്ത് ഇല്ലാത്തതാണെങ്കിലും ജനിച്ചതുപോലെ തോന്നുന്നു, പക്ഷേ വാസ്തവത്തിൽ അത് അജാതമാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അരുദ്ധം, അത് നശിക്കുന്നുമില്ല.
പക്ഷേ നശിക്കുന്നത് പോലെ കാണപ്പെടുന്നു. മൊത്തത്തിൽ ഒരു ഭ്രമമാണ് എന്നർത്ഥം. ഒരു കഴമ്പുമില്ല നമ്മുടെ ജീവിതത്തിൽ, സാരമായതൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. പ്രപഞ്ചവും പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ജീവന്മാരും ആ ജീവന്മാരുടെ സങ്കല്പത്തിലുള്ള ഈശ്വരനും കള്ളം. ഈശ്വരൻ കള്ളമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജീവന്മാരുടെ സങ്കല്പത്തിലുള്ള ഈശ്വരനാണ് ഭ്രമം അല്ലെങ്കിൽ മിഥ്യ, കള്ളം എന്ന് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ ഈശ്വരതത്വം മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ ആശയത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വിചാരത്തിൽ ഉള്ള ഈശ്വരൻ വാസ്തവമല്ല. കാരണം ഈശ്വരൻ സങ്കല്പങ്ങളുടെ അകത്ത് പെടുന്നവനല്ല, സങ്കല്പങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്നവനാണ്. സങ്കല്പങ്ങൾ പൊന്തുന്നത് ഈശ്വരനിൽ നിന്നാണ്, ഭ്രമരൂപത്തിൽ. ആ സങ്കല്പത്തിനകത്ത്, ഭ്രമരൂപത്തിൽ പൊന്തിയ സങ്കല്പത്തിനകത്ത് ഈശ്വരൻ എങ്ങനെ പെടും? അതുകൊണ്ടാണ് ഉപനിഷത്ത് സധീരം പ്രഖ്യാപിക്കുന്നത്, നേദം യതിദമുപാസത്തെ, നിങ്ങൾ ഉപാസിക്കുന്ന ഒന്നും ഈശ്വരനല്ല, ഈശ്വരനെ ഉപാസിക്കാൻ സാധ്യമല്ല. ഈശ്വരൻ ഉപാസനയുടെ അപ്പുറത്താണ്. ഉപാസിക്കുന്നവനായി ഈശ്വരൻ നിലകൊള്ളുന്നു. ഉപാസിക്കുന്നവനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. തനിക്ക് അന്യമായ ഒരു ഈശ്വര തത്വത്തെ ദർശിക്കണം, കാണണം, സാക്ഷാത്കരിക്കണം. അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. താനാണ് ഈശ്വരൻ എന്ന സത്യത്തെ അംഗീകരിക്കാതെ സാധനകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കൊല്ലങ്ങളോളം, വർഷങ്ങളോളം, ജന്മജന്മാന്തരങ്ങളായി. എവിടെ കിട്ടാൻ? ഉപാസകനിൽ ശ്രദ്ധ തിരിയുന്നില്ല. ഉപാസകൻ തനിക്ക് അന്യമായ ഒരു ഉപാസ്യത്തെ ഉണ്ടെന്ന് കരുതി ആ ഉപാസനാ വിഷയത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. ഈ ഉപാസകനിലേക്ക് ശ്രദ്ധ തിരിയുന്നേയില്ല. ഉപാസകനിൽ ശ്രദ്ധ തിരിയാത്തിടത്തോളം ഉപാസകൻ്റെ സങ്കല്പത്തിലുള്ള ഉപാസ്യം അല്ലെങ്കിൽ ഉപാസനാ വിഷയം കള്ളമായിരിക്കും. അതുകൊണ്ടാണ് ഉപനിഷത്ത് ധീരമായി പ്രഖ്യാപിക്കുന്നത്, നിങ്ങൾ ഉപാസിക്കുന്നതൊന്നും ഈശ്വരനല്ല, ബ്രഹ്മമല്ല. അതിനെ ഉപാസനാ വിഷയമാക്കാൻ പറ്റില്ല. ഉപാസിക്കുന്ന നിങ്ങളിൽ ശ്രദ്ധ തിരിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈശ്വരനെ കണ്ടെത്താം. അല്ലാതെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അല്ല, ദിവ്യരൂപമൊക്കെ പ്രത്യക്ഷപ്പെടും. പ്രകാശം സ്വരൂപമായിട്ടുള്ള ഒന്നാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അതൊക്കെ മനസ്സിൻ്റെ സങ്കല്പമാണ്. രൂപങ്ങളെല്ലാം മനസ്സിൻ്റെ സങ്കല്പമാണ്. രൂപങ്ങളായി പ്രകടമാകുന്നത് മനസ്സ് തന്നെയാണ്. ഞാൻ ആ ദൈവത്തെ കണ്ടു, വെങ്കടാചലപതിയെ കണ്ടു, ധർമ്മശാസ്താവിനെ കണ്ടു, പഴനി മുരുകനെ കണ്ടു, ഒക്കെ കള്ളം, ഒക്കെ കള്ളമാണ്. ഈ ഭ്രമദർശനങ്ങളെ അനുഭവിക്കുന്നവനാണ് വാസ്തവത്തിൽ പഴനി മുരുകൻ, അല്ലെങ്കിൽ വെങ്കടാചലപതി, അല്ലെങ്കിൽ മഹാവിഷ്ണു. ആ ഉള്ളിലുള്ള മഹാവിഷ്ണുവിൽ ഇവൻ്റെ ശ്രദ്ധ തിരിയുന്നില്ല. ആരെ പഴി പറഞ്ഞിട്ട് എന്ത് കാര്യം? ജാതമപ്യജാതമേവ, പ്രപഞ്ചം ജനിക്കുന്നതായി തോന്നിയാലും അത് വാസ്തവത്തിൽ ജനിക്കാത്തത് തന്നെ. രുദ്ധം നഷ്ടം ച അരുദ്ധം അനഷ്ടമേവ. ഈ പ്രപഞ്ചത്തെ പലതും നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ പലതുകൊണ്ടും പരിമിതമാണ്, ദേശകാലങ്ങളാൽ പരിമിതമാണ് ഈ പ്രപഞ്ചം എന്ന് നമ്മൾ കരുതുന്നു. അതുപോലെ ഇത് എന്നെങ്കിലും ഒരു ദിവസം നശിക്കും, നഷ്ടമാകുമെന്ന് കരുതുന്നു. വാസ്തവത്തിൽ ഇതിനെ തടസ്സം ചെയ്യാൻ ആരുമില്ല, ഇതിനെ നിയന്ത്രിക്കാനും ആളില്ല. ഇത് നശിക്കാത്ത ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് വെറും ഭ്രമമാണ്. ഉള്ളതിനാണ് ജനനവും മരണവും. ഒന്ന് ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ള ഒന്നാണ് ജനിക്കുക, ഇല്ലാത്തത് ജനിക്കാൻ പറ്റില്ല. ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുന്നത് ഭ്രമമാണ്. വാസ്തവത്തിൽ ഉള്ള ആത്മതത്വം ജനിക്കുന്നില്ല. ഇല്ലാത്ത ജഗത് ഭ്രമമാണ് ജനിക്കുന്നത് പോലെ തോന്നുന്നത്. ആ കാഴ്ച എന്നെങ്കിലും ഒരു ദിവസം മറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനൊന്നിനും ഒരർത്ഥവുമില്ല.
ആത്മതത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. തന്നിൽ, ഞാനിൻ്റെയും സാക്ഷിയായ തന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവിടെ അനശ്വരമായ ആ സത്യം പ്രകാശിക്കുന്നതായി കാണാൻ കഴിയും. ജഗത്തയാപി ഗൃഹീതേ നിത്യകൂടസ്ഥ അസംഗാദ്വയേ വസ്തുനി ആദ്യന്താദ്യപ്രസക്തേരിതി ഭാവഃ. ജഗത്തയാപി, ജഗത്തായിട്ട് കാണപ്പെടുന്നത് ബ്രഹ്മമാണ്. ജഗത്ത് എന്ന വേറിട്ട ഒന്നില്ല. ജഗത്ത് എന്ന പോലെ കാണപ്പെടുന്നത് ബ്രഹ്മമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ജഗത്ത് ആത്മാവിൽ നിന്ന് ഭിന്നമായ ഒന്നാണ് എന്ന് കരുതിയാൽ അത് ആ ധാരണ തെറ്റാണ്. അതുകൊണ്ട് ജഗത്തായി ബ്രഹ്മം ഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിലും നിത്യകൂടസ്ഥാസംഗാദ്വയേ വസ്തുനി, നിത്യവും സകല ശരീരങ്ങളിലും കൂടസ്ഥനായി പ്രകാശിക്കുന്നതും അസംഗനും അദ്വയനുമായ ആ പരമാത്മാവിൽ ആദ്യന്തങ്ങൾക്ക് പ്രസക്തിയില്ല. അത് എന്നും ഉള്ളതാണ്. എന്നും ഉള്ളതിനെ ജനിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. ഇല്ലാത്തതാണ് ജനിക്കുക. ഇല്ലാത്തതെങ്ങനെ ജനിക്കാൻ പറ്റും? ഉള്ള ആത്മാവാണ് പ്രപഞ്ചവും ജീവന്മാരുമായി പ്രകടമാകുന്നത്. അപ്പോൾ ഉള്ളതാണ് വാസ്തവത്തിൽ പ്രകടമാകുന്നത്. പക്ഷെ ആ പ്രകടനം കള്ളമാണ്. പ്രകടനമാണ് കള്ളം. ഉള്ളത് ജനിക്കേണ്ട കാര്യമില്ല, ഉള്ളതിന് നാശവും ഇല്ല. അപ്പോൾ ജനിച്ചു മരിക്കുന്നത് ഇല്ലാത്ത നാമരൂപങ്ങളാണ്, അഥവാ പ്രപഞ്ചമാണ്. അടുത്ത പദ്യം വായിക്കാം. ജാതം നിരുദ്ധമസ്ത്യേവം ബ്രഹ്മവ്യോമൈവ ഭാസത്തെ യഥാ ദാരുമയസ്തംഭസ്തഥാ തച്ഛാലഭഞ്ജിക. ജാതം നിരുദ്ധം അസ്തി ഏവം ബ്രഹ്മ വ്യോമൈവ ഭാസത്തെ. ജനിച്ചു എന്നും നിയന്ത്രിക്കപ്പെടുന്നു എന്നും ഉണ്ട് എന്നും അനുഭവിക്കുന്നത് ബ്രഹ്മത്തെയാണ്. പക്ഷേ അത് അതിസൂക്ഷ്മമായ ഒരു തത്വമാണ്, അരൂപമാണത്. അപ്പോൾ രൂപമില്ലാതെ ആകാശം പോലെ സ്ഥിതി ചെയ്യുന്ന ആ പരമാത്മാവാണ് ജഗത്തെന്ന രൂപത്തിൽ അഥവാ നാമരൂപങ്ങളായി ജനിക്കുകയും നിയന്ത്രിക്കപ്പെടുകയും ഉണ്ട് എന്നറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അത് വെറും തോന്നലാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ സ്വപ്ന പദാർത്ഥങ്ങളെ അനുഭവിക്കുന്നത്. ഉണർന്നെഴുന്നേറ്റാൽ ഒന്നുമില്ല, പൊടി പോലുമില്ല. പക്ഷേ ഗംഭീരമായി അനുഭവിച്ചതല്ലേ? എത്ര വ്യക്തമായിട്ടാണ് അനുഭവിച്ചത്. ആ അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ലാത്തതാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ വസ്തുത ഉണർന്നെഴുന്നേറ്റതിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അനുഭവിക്കുമ്പോൾ വ്യക്തതയ്ക്ക് ഒരു കുറവുമില്ല, വളരെ വ്യക്തമായിട്ടാണ്. ഈ ജാഗ്രത് പ്രപഞ്ചത്തെ പോലെ തന്നെയാണ് സ്വപ്നപ്രപഞ്ചത്തെയും ജീവന്മാർ അനുഭവിക്കുന്നത്. ശൂന്യാകാശം തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. എന്താ സംശയമുണ്ടോ നിങ്ങൾക്ക്? ഈ പ്രപഞ്ചം എവിടെയാണ് ഉള്ളതായി തീരുന്നത്? ആകാശത്തിൽ. ആകാശം എപ്പോഴും ശൂന്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ആകാശം എന്നും ശൂന്യമാണ്. അതിൽ നിന്ന് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. അല്ല, ഉണ്ടാവുന്നതായി ഉപനിഷത്തുക്കൾ പോലും പറയുന്നുണ്ടല്ലോ. ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാവഹ, അഭ്യഃ പൃഥിവീ, പൃഥിവ്യാവോഷധയ, ഓഷധീഭ്യോന്നം അന്നാത് പുരുഷഃ. ഗംഭീരമായ സൃഷ്ടി വിവരണം ഉപനിഷത്തുകളിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള പ്രപഞ്ചമാണോ ശൂന്യമെന്ന് പറയുന്നത്? അതെ അതെ അതെ. നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഋഷികൾ പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടിയെ വർണ്ണിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എന്തിന്? പ്രപഞ്ചത്ത് സത്യമെന്ന് കരുതി ഭ്രമിച്ചിരിക്കുന്ന ഇവരെ അവരുടെ നിലയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തണം. അപ്പം അവരുടെ നിലയിലേക്ക് താണ് വന്നാലേ പറ്റൂ. തറയാവണമെന്നർത്ഥം. നമ്മളൊക്കെ തറയാണ്.
തറ ലെവലാണ്. തറ ലെവലിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ആകാശത്തോളം വാനോളം ഉയർത്തണം എന്നുള്ളതാണ് ഋഷികളുടെ ആഗ്രഹം. അതുകൊണ്ട് സൃഷ്ടി വിവരണമൊക്കെ ഉപനിഷത്തുകളിൽ പോലും കാണപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അതൊക്കെ സത്യമാണെന്ന് ധരിച്ചു വശാകണ്ട, തെറ്റിദ്ധരിക്കണ്ട എന്നർത്ഥം. യഥാ ദാരുമയ സ്തംഭ. ദാരു ഹിന്ദിയിലെ ദാരു അല്ല. ഹിന്ദിയിലെ ദാരു എന്താണ്? ഓ ദാരു പീത്ത ഹേ, വെള്ളം, ചാരായം, കള്ള എന്നൊക്കെയാണ് അർത്ഥം. കള്ളിനാണ് വാസ്തവത്തിൽ ദാരു എന്ന് പറയുന്നത്. ചാരായത്തിന് ശരാബ് എന്നാണ് പറയുന്നത്. ദാരു കള്ള്, തെങ്ങിൻ കള്ളായാലും പനം കള്ളായാലും. സംസ്കൃതത്തിലെ ദാരു അതല്ല. സംസ്കൃതത്തിലെ ദാരു എന്ന് പറഞ്ഞാൽ തടി, വുഡ് എന്നർത്ഥം. യഥാ ദാരുമയ സ്തംഭ, മരത്തിൽ തീർത്ത ഒരു തൂൺ. സ്തംഭം തൂൺ, മരം കൊണ്ടുണ്ടാക്കിയ ഒരു തൂൺ, തടി കൊണ്ടുണ്ടാക്കിയ ഒരു തൂൺ. അതിൽ തടിയല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ തൂണെന്ന് പറയുന്നത് വെറുതെയാണ്. തൂണെന്നുള്ളത് ഒരു പേരാണ്. തൂണെന്ന് നിങ്ങൾ പറയുന്ന വാക്കിൽ വാസ്തവത്തിൽ തൂണെന്ന വസ്തു ഇല്ല, അതിൽ തടി മാത്രമേ ഉള്ളൂ. തടിക്ക് നിങ്ങൾ നൽകുന്ന പേരാണ് തൂൺ. പഞ്ചഭൂതങ്ങൾക്ക് നാം നൽകുന്ന പേരാണ് ശരീരം, അല്ലേ? പഞ്ചഭൂത സമാഹാരമാണ് ഏതൊരു ജീവിയുടെയും ശരീരം. ആ പഞ്ചഭൂത സംഘാതത്തെ മനുഷ്യർ ശരീരം എന്ന് പേര് പറഞ്ഞ് വിളിക്കുന്നു. 5 ഘടകങ്ങൾ ചേർന്നതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ 5ആയി വിഭജിക്കുകയും ചെയ്യും. അപ്പോൾ ആൾ മരിച്ചുപോയി എന്ന് പറയും. ചേരുമ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ, പിരിയുമ്പം മാത്രം എന്തിനീ കരച്ചിൽ? ചേരുമ്പോൾ നമ്മൾ അറിയുന്നില്ല. മാതാവിൻ്റെ ഗർഭകോശത്തിൽ ആണ് ഈ ശരീരം രൂപപ്പെട്ടത്, സമ്മതിച്ചു. വാസ്തവത്തിൽ ചേർന്നത് കൊണ്ടല്ലേ പിരിയുന്നത്. ചേരാതിരുന്നാൽ പിരിയില്ല. കല്യാണം കഴിക്കുന്നത് കൊണ്ടാണ് വിവാഹമോചനം സംഭവിക്കുന്നത്. മാരേജേ ഇല്ലെങ്കിൽ പിന്നെന്ത് ഡൈവേഴ്സ്? ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയെ ഞാൻ ഡൈവേഴ്സ് ചെയ്തു എന്ന് ആരെങ്കിലും പറയുമോ? അയ്യയ്യേ, നാണമാകുന്നില്ലേ? നമ്മൾ താലി കെട്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്ത ഒരു സ്ത്രീയെ മാത്രമേ നമുക്ക് വിവാഹമോചനത്തിലൂടെ ആ ബന്ധം വേർപെടുത്താൻ പറ്റൂ. ചേരാതെ നോക്കണം. ഒന്നുമായും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നുണ്ട്, അതാണ് ബ്രഹ്മം. അതിന് നാശമില്ല. ചേർന്നതൊക്കെ പിരിയും. അതാരായാലും ശരി, എന്തായാലും ശരി, ചേരുന്നത് പിരിയും. ചേരാതെ, ഒന്നുമായും ഒട്ടാതെ സ്വതന്ത്രമായി ശാശ്വതമായി നിൽക്കുന്നത് ആത്മാവ് മാത്രമാണ്. അതിന് നാശമില്ല. അതുകൊണ്ട് മനസ്സ് ഒന്നിലും ഒട്ടിപ്പിടിക്കാതെ നോക്കുക. ഭാര്യയും കുട്ടികളൊക്കെ വീട്ടിലിരുന്നോട്ടെ, വീട് ഭൂമിയിലിരുന്നോട്ടെ, പണം ബാങ്കിലിരുന്നോട്ടെ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇരുന്നോട്ടെ, ഒന്നും എൻ്റെതല്ല. മനസ്സുകൊണ്ട് ഒട്ടരുത്. സംഘം എന്ത് വില കൊടുത്തും സംഘത്തെ ഉപേക്ഷിക്കണം. സംഘബദ്ധനാകുന്നവൻ പിടയും. ഈ പിടയും എന്നുള്ള വാക്ക് എനിക്ക് സാറിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് കിട്ടിയാണ്. പിടയും. എന്തിനിത്ര ക്രൂരമായിട്ട് സാറ് സംസാരിക്കുന്നു എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവും. ക്രൂരതയല്ല, പിടയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആശുപത്രികളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വേദന കൊണ്ട് പിടയുന്നവരുണ്ട്. സ്വസ്ഥതയില്ലാതെ ഓരോ കുടുംബത്തിലും പിടയുന്നവരുടെ എണ്ണവും കുറവല്ല. പിടച്ചിൽ അസ്വസ്ഥത എന്നർത്ഥം. അതുകൊണ്ട് പിടച്ചിൽ ഒഴിവാക്കണമെങ്കിൽ സംഘത്തെ ഉപേക്ഷിച്ചേ പറ്റൂ. തൂണെന്ന് നമ്മൾ പറയുന്ന വസ്തുവിൽ വാസ്തവത്തിൽ തടിയല്ലെങ്കിൽ മരം മാത്രമേ ഉള്ളൂ. ഇതുപോലെ തഥാ തച്ഛാലഭഞ്ജിക, മരം കൊണ്ട് തീർത്ത ഒരു തൂൺ. ആ തൂണിൽ ഒരു ശില്പം, ഒരു പ്രതിമ
ഒരു തച്ചൻ കൊത്തിവെച്ചിരിക്കുന്നു. ഈ പ്രതിമ തൂണിലാണ് എന്ന് നമ്മൾ പറയുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രതിമ തൂണിലാണ്. ശരി, എന്താണ് ഈ തൂൺ? അത് തടിയാണ്. അപ്പോൾ തടിയിൽ പ്രതിമയും അല്ല, തടിയിൽ തൂണും തൂണിൽ പ്രതിമയും എല്ലാം കൂടെ എത്രയുണ്ട്? തടി, തൂൺ, പ്രതിമ, മൂന്നുണ്ടോ? തടി മാത്രമേ ഉള്ളൂ, മരം മാത്രമേ ഉള്ളൂ. മരം കൊണ്ട് തീർത്ത ഒരു തൂണിൽ ഒരു ശില്പം കൊത്തിവെച്ചിരിക്കുന്നു. നമ്മൾ പറയുന്നു തൂണിലാണ് ശില്പം. എന്താണ് ഈ തൂൺ? അത് തടിക്ക് നൽകിയ വേറൊരു പേര്. നേരത്തെ ഒരു പേരുണ്ട് അതിന്, മരം, തടി. നിങ്ങളായിട്ട് എന്തിന് തൂണെന്നുള്ള ഒരു പേര് നൽകി? അല്ല, അത് നൽകാൻ കാരണമുണ്ട്. ഈ തടിയിൽ പല രൂപങ്ങളും കാണപ്പെടുന്നുണ്ട്. മേശയും തടിയാണ്, കസേര, ബെഞ്ച്, ഡെസ്ക്, ഇതെല്ലാം തടി കൊണ്ടുള്ള രൂപങ്ങളാണ്. അപ്പോൾ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തെ വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പേരുകൾ നൽകുന്നത്. മനുഷ്യർക്ക് എന്തിനാണ് പേരുകൾ നൽകുന്നത്? നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ പേരുണ്ട്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഗാഠനിദ്രയിൽ കഴിയുമ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞ് ഊരുമില്ല, പേരുമില്ല. ഗാഠനിദ്രയിൽ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ ഒരാൾക്ക് ഊരും പേരും ഒന്നുമില്ല. അയാൾ എവിടെയാണ് കഴിയുന്നത്? ഉറക്കത്തിൽ എല്ലാം തുടച്ചു നീക്കപ്പെടുന്നു. ഉറക്കമാണ് ജാഗ്രതയെയും സ്വപ്നത്തെയും കാളും കൂടുതൽ സത്യം. ഉറക്കത്തിനാണ് സത്യത്വം കൽപ്പിക്കേണ്ടത്, ജാഗ്രതത്തിനോ സ്വപ്നത്തിനോ അല്ല. കാരണം ഈ ഉണ്ട് എന്ന് പറയുന്ന സകലതിനെയും, അത് ജാഗ്രതത്തിലായാലും സ്വപ്നത്തിലായാലും, എല്ലാറ്റിനെയും തുടച്ച് നീക്കിക്കൊണ്ടാണ് ഉറക്കം ഒരാളെ ഗ്രസിക്കുന്നത്. ഉറക്കത്തിൻ്റെ ശക്തി എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ജാഗ്രത് പ്രപഞ്ചത്തെയും സ്വപ്നപ്രപഞ്ചത്തെയും ഗ്രസിക്കുന്ന അനുഭവമാണ് ഗാഠനിദ്ര. ഗാഠനിദ്രയെ വിശകലനം ചെയ്ത് നോക്കൂ. അതിന് തയ്യാറല്ല. കാരണം വിശകലനം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം മാത്രമേ സാധ്യമാവൂ. ഗാഠനിദ്രയിൽ കഴിയുമ്പോൾ വിശകലനം സാധ്യമല്ല. കാരണം വിശകലനം ബുദ്ധിയുടെ പ്രവൃത്തിയാണ്. ബുദ്ധി ഗാഠനിദ്രയിൽ ലയിച്ചു പോകുന്നു. ഇപ്പോൾ ഗാഠനിദ്ര എന്താണെന്ന് ആ അവസ്ഥയിൽ കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് വന്നാൽ ഗാഠനിദ്ര അപ്രത്യക്ഷമാകുന്നു. ഇനി എന്തിനെ വിശകലനം ചെയ്യും? കുഴപ്പമില്ല, ഗാഠനിദ്ര നമ്മൾ അനുഭവിച്ചതാണല്ലോ. അതിനെ ഉണർവിൽ വിചിന്തനം ചെയ്തു നോക്കൂ. ഞാൻ ഏതവസ്ഥയിലാണ് ഇരുന്നത്? ഞാനെന്നുള്ള ഭാവത്തെ പോലും വിട്ടിട്ടാണ് എൻ്റെ ഉറക്കത്തിൽ ഞാൻ കഴിഞ്ഞിരുന്നത്. അവനവൻ്റെ ഉറക്കത്തിൽ അവനവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ടോ? എൻ്റെ ഉറക്കത്തിൽ ഞാനുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ഈ ചോദ്യം ചോദിച്ചു നോക്കുക. എൻ്റെ ഉറക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഞാനെന്നുള്ള ഭാവം, ജീവഭാവം അല്ലെങ്കിൽ ഞാൻ ഭാവം മാത്രമാണ് ഇല്ലാതിരുന്നത്. ഉറക്കമെന്ന് പറയുന്നത് ഗംഭീരമായ ഒരു അനുഭവമാണ്. ഉറക്കത്തിൽ ഉറങ്ങിയവൻ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഉറക്കത്തെ അനുഭവിച്ചതാര്? നിങ്ങൾ മറുപടി പറയണം. അല്ലാതെ ഇവിടുന്ന് എണീറ്റ് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടുന്ന് എണീറ്റ് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. കഥവൊക്കെ അടച്ച് കുറ്റിയിടിഞ്ഞാൽ ഒറ്റ മനുഷ്യനും പുറത്ത് കിടക്കാൻ പറ്റില്ല. ഉറക്കത്തിൽ ഞാനെന്ന ഭാവം മാത്രമേ അപ്രത്യക്ഷമായുള്ളൂ. ഉറക്കമെന്ന് പറയുന്നത് ഗംഭീരമായ അനുഭവമാണ്. സുഖമായി ഉറങ്ങി. ഉറക്കത്തിൽ ഈ ഞാനില്ലായിരുന്നെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരാൾ സുഖമായി ഞാൻ ഉറങ്ങി എന്ന് എങ്ങനെ പറയും? അപ്പോൾ ഉറക്കത്തിൽ ഞാനുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനെന്ന ഭാവത്തോടു കൂടെ അല്ല ഉറക്കത്തിലുണ്ടായിരുന്നത്, അസ്തിത്വമായി ഉണ്ടായിരുന്നു. ആ അസ്തിത്വത്തിൻ്റെ പേരാണ് ബ്രഹ്മം. അത് ഒരു നിലനിൽപ്പ് മാത്രമാണ്. അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്.
അതെന്താണെന്ന് നമുക്ക് പറയാൻ കഴിയാത്തതിന് കാരണം എന്തെന്നോ, അതൊരു വസ്തുവോ വ്യക്തിയോ അല്ല. മനുഷ്യബുദ്ധിക്ക് വസ്തുവിനെയോ വ്യക്തിയെയോ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. വസ്തുവുമല്ല വ്യക്തിയുമല്ല, അങ്ങനെയുള്ള ഒന്നിനെ ബുദ്ധിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് ആത്മതത്വം. നമ്മൾ ഉറക്കത്തിൽ ആത്മാവായി നിലകൊണ്ടു. ആത്മാവും ആത്മാവിനെ മറച്ചതുപോലെയുള്ള അജ്ഞാനവും, ഈ രണ്ടും കൂടെ ചേർന്നതാണ് ഗാഠനിദ്ര അല്ലെങ്കിൽ സുഷുപ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന അനുഭവം. അതുകൊണ്ട് ഉറക്കത്തെ വിശകലനം ചെയ്യുക. ഉറങ്ങുന്നതിൽ തെറ്റില്ല. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഉറക്കത്തിൽ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് ആലോചിച്ച് നോക്കുക. ഉത്തരം കിട്ടില്ല, ഞാൻ ആത്മാവാണെന്നുള്ള അറിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഉറക്കത്തിൽ എനിക്ക് അസ്തിത്വമുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഉറക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ ഞാനെന്ന ജീവഭാവമായിട്ടല്ല അവിടെ ഉണ്ടായിരുന്നത്. ഞാനെന്ന ജീവഭാവത്തെ വിട്ടിട്ട് എനിക്ക് നിൽക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമല്ലേ ഉറക്കം എന്നുള്ള അനുഭവം. ഞാനിനെ വിട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവത്തില്ല എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ഞാനെന്ന ജീവഭാവത്തെ വിട്ട് കഴിഞ്ഞാൽ ഞാനില്ലാതായി പോവും. അങ്ങനെയല്ല. ഞാനെന്ന ഭാവം വച്ചുകെട്ടാണ്, അധ്യാരോപമാണ്. ആത്മാവിൽ വെച്ച് കെട്ടിയതാണ് ഈ ഞാൻ ഭാവം. ആ ഞാൻ ഭാവം തനിയെ ഊരിപ്പോകുന്നതാണ് ഗാഠനിദ്ര. അവിടെ നമുക്ക് സുഖമാണ് അനുഭവം. ഞാൻ മാഞ്ഞുപോയാൽ ദുഃഖമായിരിക്കുമോ സുഖമായിരിക്കുമോ എന്നുള്ള സംശയം വേണ്ട. ഞാൻ ഉള്ളപ്പോഴാണ് ദുഃഖം. ഞാൻ അപ്രത്യക്ഷമാകുന്ന വേളകളിലൊക്കെ സുഖമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത്രയും മനസ്സിലാക്കിയിട്ടും ഈ ഞാൻ ഭാവത്തെ ഊരിക്കളയാൻ അല്ലെങ്കിൽ അതിനെ അഴിച്ചു കളയാൻ നമ്മൾ എന്തിന് ഇനിയും വൈകുന്നു? എന്തിനാണ് ഒരു ജാള്യത ഞാനിനെ അഴിച്ചു കളയാൻ? ഞാനിനെ ഉപേക്ഷിച്ചാൽ ഒന്നും ഉണ്ടാവത്തില്ല. തെറ്റാണ്. ദിവസേന എപ്പോഴൊക്കെ നമ്മൾ ഉറങ്ങുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഞാൻ ഭാവം അഴിഞ്ഞു വീഴുകയാണ്. നമ്മൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ? ഉറക്കം സുഖകരമായ ഒരു അനുഭവമാണ് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. സകല ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് ഗാഠനിദ്ര. അവിടെ എനിക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്ന് നമ്മൾ നല്ല പോലെ അറിയുന്നു. അതുകൊണ്ടാണ് ഉറക്കത്തെ ഭയപ്പെടാത്തത്. മരണത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ എന്തുകൊണ്ട് ഉറക്കത്തെ ഭയപ്പെടുന്നില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ കാര്യം? ഉറക്കത്തിൽ ഞാൻ ഇല്ലാതാവും, പ്രപഞ്ചമില്ലാതാവും, ശരീരമില്ലാതാവും, കുടുംബവും കുട്ടികളും എല്ലാം ഇല്ലാതാവും. എന്തൊക്കെ ജാഗ്രതയിൽ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നോ അതെല്ലാം ഇല്ലാതാവുന്ന ഒരനുഭവമാണ് ഉറക്കം. പക്ഷേ ആ ഉറക്കത്തെ നമ്മൾ വരിക്കുകയാണ് ചെയ്യുന്നത്. വരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്നു എന്നാണ്. അപ്പോൾ മരണത്തിൽ ശരീരം മാത്രമേ അപ്രത്യക്ഷമാവുന്നുള്ളൂ. ഞാൻ ഭാവം അവിടെയുണ്ട്. ഈ ഞാൻ ഭാവം പോലും അപ്രത്യക്ഷമാകുന്ന ഒരനുഭവം ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഭയപ്പെടുന്നില്ല. പിന്നെ ശരീരം പോകുന്നതിന് എന്തിനു ഭയപ്പെടണം? ഞാൻ പോലും മറഞ്ഞു പോകുന്ന ഉറക്കത്തെ നമ്മൾ ഭയപ്പെടാറില്ല. ശരീരം അഴിഞ്ഞു വീഴുന്ന ഒരനുഭവമാണ് മരണം. അതിനെ എന്തിന് ഭയപ്പെടണം? അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പോലും ഇല്ലാതാവുന്നു, അപ്പോഴും ഭയം തോന്നുന്നില്ല. ശരീരമാകുന്ന ഷർട്ട് പ്രകൃതി അഴിച്ചെടുക്കുമ്പോൾ എന്തൊരു പേടി, കരച്ചിൽ, ബഹളം. ഞാൻ മരിച്ചു പോകും എന്നുള്ള ചിന്തയെ ഉള്ളിൽ നിന്ന് ഉപേക്ഷിക്കും. ചിന്തയിൽ മാത്രമേ മരണമുള്ളൂ. വാസ്തവത്തിൽ മരണമില്ല. നമ്മളിലെ എന്താണ് മരിക്കുന്നത്? ഇതാണ് രമണ മഹർഷി ചിന്തിച്ചത്. അദ്ദേഹത്തെ അതികഠിനമായ ഒരു
അതികഠിനമായ മരണഭയം ഒരിക്കൽ ഗ്രസിച്ചു. ഒരു കാരണവുമില്ല, ശരീരത്തിൽ അസുഖമില്ല, വേദനയില്ല, ഒരു കാരണവുമില്ലാതെ അദ്ദേഹം 1-ാം നിലയിൽ അങ്ങനെ വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മരണഭയം അദ്ദേഹത്തെ ഗ്രസിച്ചു. ഞാനിതാ മരിക്കാൻ പോകുന്നു. നമ്മളാണെങ്കിൽ അപ്പം തന്നെ ഭയന്ന് ചത്തേനെ. പക്ഷെ അദ്ദേഹം ധീരമായി ചിന്തിച്ചു, എന്നിലെ എന്താണ് മരിക്കുന്നത്? ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഈ ഞാൻ എന്നുള്ളതിൽ ജഡാംശവുമുണ്ട്, ചേതനാംശവുമുണ്ട്. ഞാനുമായി ചേർന്ന് നിൽക്കുന്ന ജഡാംശമാണ് ജഡശരീരം, ശരീര അവയവങ്ങൾ. ഞാൻ എന്നുള്ള അനുഭവം അത് ചേതനാംശമാണ്. ഈ രണ്ടിൽ എന്താണ് മരിക്കുന്നത്? അദ്ദേഹം കുറേ നേരം കയ്യും കാലുമൊക്കെ മരിച്ച ആളുകളുടെ കയ്യും കാലും പോലെ അങ്ങനെ സ്റ്റിഫാക്കി, വിറക് പോലെ, കമ്പ് പോലെ അങ്ങനെ പിടിച്ചു. ഇപ്പോൾ ശരീരം മരിച്ചു കഴിഞ്ഞു, ശരീരത്തിൽ ഒരനക്കവുമില്ല. ഉള്ളിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിച്ചു. ഞാൻ എന്നുള്ള ഭാവത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. ഞാൻ എന്നുള്ളത് വളരെ വ്യക്തമായി പ്രകാശിക്കുന്നു. ഇതുപോലെയല്ലേ മരണത്തിൽ സംഭവിക്കുക? ഈ ശരീരം ജഡമായി മാറും, രക്തമൊക്കെ ഉറഞ്ഞു കട്ടിയാവും, പ്രാണസ്പന്ദനം നിലയ്ക്കും. പക്ഷെ ഞാനെന്നുള്ള അനുഭവം, അതിന് ഒരു കുറവും സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമായി ഉള്ളിൽ അനുഭവിച്ചു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണഭയം നീങ്ങി. പിന്നീട് ഒരിക്കലും രമണ മഹർഷിയെ ജീവിതത്തിൽ മരണഭയം ഗ്രസിച്ചിട്ടില്ല. ഈ സംഭവം നടക്കുന്നത് അദ്ദേഹത്തിന് 10-12 വയസ്സുള്ളപ്പോഴാണ്. ഒരു ബാലൻ. നമുക്ക് 12ൻ്റെ എത്ര ഇരട്ടിയായി? 12, 24, 36, 48. ഷഷ്ടി പൂർത്തി കഴിഞ്ഞവരാണെങ്കിൽ 15, 60. അതും കഴിഞ്ഞു. 72, ഇത് 80 ആയിട്ടില്ല, 77. അപ്പോൾ 12ൻ്റെ 6 ഇരട്ടിയായി. 6 രമണ മഹർഷി ആവാനുള്ള സമയമായെന്നർത്ഥം. അതാരാണ് പറഞ്ഞത്? ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ടോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ്. 6 രമണ മഹർഷി ആവേണ്ട കാലം കഴിഞ്ഞു എന്നാണ്. സാരമില്ല, രമണ മഹർഷി എന്നുള്ളത് ഒരു നാമരൂപമാണ്. നമ്മൾ ഒരു നാമരൂപവുമല്ല, നമ്മൾ ചൈതന്യമാണ്. മറ്റൊന്നായി മാറണം എന്നുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കൂ. എനിക്ക് ശങ്കരാചാര്യരാവണം, വിവേകാനന്ദ സ്വാമിയെ പോലെയാവണം, രമണ മഹർഷിയെ പോലെയാവണം, ചട്ടമ്പി സ്വാമികളെ പോലെയാവണം, ശ്രീനാരായണ ഗുരുദേവനെ പോലെയാവണം, കുറഞ്ഞ പക്ഷം ആചാര്യ രജനീഷ് എങ്കിലും ആവണം. നിങ്ങൾ ഒന്നും ആവാൻ പറ്റില്ല സുഹൃത്തെ, നിങ്ങൾക്ക് ഒന്നും ആവാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ എന്താണോ അതിനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആയിത്തീരൽ എന്നുള്ളതില്ല. നിസർഗദത്ത മഹാരാജ് പറയും, there is no becoming, there is only being. ആയിത്തീരുക, അതാണ് ബിക്കമിങ് എന്ന് പറയുന്നത്. ഇവിടെ ആയിത്തീരാനൊന്നുമില്ല. ബ്രഹ്മം മറ്റൊന്നും ആയിത്തീരുകയില്ല. അത് എന്നും ശുദ്ധ ചൈതന്യമായി ബാക്കി നിൽക്കും. ആയിത്തീരുന്നത് ജഡമായിരിക്കും. പരിണാമം, വ്യത്യാസം, രൂപമാറ്റം, ഇതൊക്കെ ജഡത്തിനാണ്. ജഡമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ചൈതന്യത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ചൈതന്യം മറ്റൊന്നും ആയിത്തീരില്ല. എന്തെങ്കിലും ജീവിതത്തിൽ ആയിത്തീരണം എന്നാഗ്രഹിക്കുന്നവർ മരണത്തിലേക്ക് പോകും. എനിക്ക് ഒന്നും ആകാനില്ല, ഞാൻ എന്നും ശുദ്ധ ചേതനനാണ് എന്ന ഭാവത്തെ ഉറപ്പിക്കൂ. വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. യഥാ ദാരുമയസ്തംഭസ്തഥാ തച്ഛാലഭഞ്ജിക. ശാലഭഞ്ജിക എന്ന് പറഞ്ഞാൽ പ്രതിമ എന്നാണ് അർത്ഥം. സ്തംഭത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു ശാലഭഞ്ജിക. സാലഭഞ്ജിക എന്നും പറയും, ശാലഭഞ്ജിക എന്നും പറയും. സാക്ക് ശാ പറയും, രണ്ട് ശരിയാണ്. അത് മരമല്ലാതെ, തടിയല്ലാതെ മറ്റെന്താണ്? ജഗദ്ഭാവ ഇവ തജ്ജന്മനിരോധഭാവോപി ബ്രഹ്മണി കൽപ്പനയോപപദ്യത്തെ ഇതി ചേത് ഇഷ്ടാപത്തി.
ജഗത് ഭാവത്തെ പോലെ എന്ന് പറഞ്ഞാൽ ജഗത്തുണ്ട് എന്നുള്ള അനുഭവം പോലെ ആ ജഗത്തിൻ്റെ ജന്മവും നാശവും ബ്രഹ്മത്തിൽ കൽപ്പനയിലൂടെ സംഭവിക്കുന്നതാണ്. വെറും സങ്കല്പത്തിലൂടെ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരി. കൽപ്പനാമാത്രേണ കൗടസ്ഥാക്ഷതേരിത്യാശയേനാഹ. കൽപ്പന കൊണ്ട് കൂടസ്ഥ ചൈതന്യത്തിന് ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. ഞാൻ സ്വപ്നത്തിൽ എന്നെ ഒരു ഭിക്ഷക്കാരനായി കണ്ടതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ഭിക്ഷക്കാരനാകുമോ? അല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ ഒരു കോടീശ്വരനായി മാറുന്നതായി കണ്ടാൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞാൻ കോടീശ്വരനാവുമോ? ഇല്ല. സ്വപ്നം, സങ്കല്പം കള്ളമാണ്. സങ്കല്പം മാറിയാൽ ആ അനുഭവവും മാറും. എല്ലാം ബോധത്തിലെ സങ്കല്പങ്ങളോ കൽപ്പനകളോ മാത്രമാണ്. കൂടസ്ഥൻ അക്ഷതനായിരിക്കുന്നു. ഒരു ക്ഷയവും കൂടസ്ഥ ചൈതന്യമായ ആത്മാവിന് സംഭവിക്കുന്നില്ല. യഥാ സ്തംഭോ ദാരുമയോ ദാർവേവ തഥാ തസ്യ സ്തംഭസ്യ ഏകദേശസ്ഥ ശാലഭഞ്ജിക പ്രതിമാപി ദാർവേവേത്യർത്ഥ. എങ്ങനെയാണോ സ്തംഭം ദാരുമയമായി എന്ന് പറഞ്ഞാൽ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്നത്, അത് തടി തന്നെയാണ്. അതുപോലെ ആ സ്തംഭത്തിൻ്റെ ഒരു പ്രദേശത്ത് കൊത്തിവച്ചിരിക്കുന്ന സാലഭഞ്ജിക അഥവാ പ്രതിമയും മരം തന്നെയാണ്. മരമല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ തടിക്ക് തൂണെന്ന് പേര് കൊടുക്കുന്നു, എന്നിട്ട് തൂണിൽ പ്രതിമ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ മരം മാത്രമേ ഉള്ളൂ, അതാണ് സത്യം. അതുപോലെ ബ്രഹ്മം മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ. അതിൽ ആരോപിക്കപ്പെട്ടവയാണ് ജീവന്മാരും ജഗത്തുകളും. സമസ്തകലനോന്മുക്തം സമം നിർനിദ്രമാസനം യദേകാന്തചിദാകാശം തദ്വിദ്യാ തന്മയം ജഗതേ. സമസ്ത കലനോന്മുക്തം. കലനം എന്ന് പറഞ്ഞാൽ സങ്കല്പം എന്നർത്ഥം. സകല സങ്കല്പങ്ങളിൽ നിന്നും നിർമുക്തമായിരിക്കുന്നതും സമമായി തുല്യമായി ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഒരുപോലെ എല്ലാറ്റിലും വ്യാപിച്ച് ഇരിക്കുന്നതും നിർനിദ്രമാസനം ഉറങ്ങാത്തതും നിദ്രയ്ക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതും ഉണർവ് സ്വരൂപമായിട്ടുള്ളതും ഉറക്കത്തെ അറിയിച്ചു തരുന്നതുമായ ആ ബ്രഹ്മം, അതാണ് നമ്മൾ. ഞാൻ ഉറങ്ങി എന്നുള്ള അറിവ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരാൾക്കുണ്ടല്ലോ. നിങ്ങൾ ഉറങ്ങി എന്ന് ആര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? ഉറക്കത്തിൽ ഞാനെന്നുള്ള ഭാവം ഇല്ല, മറക്കണ്ട. ഞാനെന്നുള്ള ഭാവം പോലും ലയിച്ചു പോകുന്നതാണ് ഉറക്കം. ഉറങ്ങി എഴുന്നേറ്റ ഒരാൾ ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി. ഈ അറിവ് ഉള്ളിലുള്ള ഉറങ്ങാത്ത ആത്മാവിൻ്റെ സഹായം കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഉറങ്ങാത്ത ആത്മാവ്, ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആത്മാവ്, ഞാൻ ഭാവത്തിനും ആ ആത്മാവ് സാക്ഷിയാണ്, ഞാനിൻ്റെ തിരോധാനത്തിനും ആ ആത്മാവ് സാക്ഷിയാണ്. അതുകൊണ്ട് ഞാൻ ഭാവം കള്ളം, താൻ ഭാവം ആത്മഭാവം സത്യം. എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആത്മാവ്. കാഴ്ചക്കാരൻ, വിറ്റ്നസ്, സാക്ഷി. സാക്ഷിയില്ലെങ്കിൽ അനുഭവങ്ങൾ ആരുടെ മുൻപിൽ പ്രകാശിക്കും? അനുഭവങ്ങളെ അറിയാൻ ഒരാൾ വേണ്ടേ? മാറി മാറി വരുന്ന 3 അനുഭവങ്ങളാണ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾ. ഈ ഓരോന്നിനെയും വേറിട്ടറിയണമെങ്കിൽ മാറ്റമില്ലാത്ത ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ടാവണ്ടേ? അത് ജീവൻ ഉണരുമ്പോൾ ഉണരുന്നില്ല, ജീവൻ സ്വപ്നത്തിൽ പ്രവേശിക്കുമ്പോൾ അത് സ്വപ്നത്തിൽ പ്രവേശിക്കുന്നില്ല. ജീവഭാവം ലയിച്ച് ഉറക്കം എന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അത് ലയിച്ചു പോകുന്നില്ല. ഈ 3 അവസ്ഥകൾക്കും സാക്ഷിയായി എല്ലാറ്റിനെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ ആത്മാവ്. ഉറങ്ങാത്ത തത്വമാണ് ഈ ആത്മതത്വം. എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല? ആത്മാവിന് ക്ഷീണമില്ല. ക്ഷീണമുള്ളവനാണ് ഉറങ്ങുന്നത്. ജീവൻ ക്ഷീണിക്കുന്നു, കർമ്മം ചെയ്ത് തളരുന്നു.
ജീവന് ഉറക്കം ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവൻ ചത്തുപോവും. 2 ദിവസം ഉറങ്ങാതിരുന്ന് നോക്കൂ. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ നോക്കുന്ന പോലീസുകാരുണ്ടല്ലോ. ഒരു ദിവസം നേരെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വയർ അപ്സെറ്റാവും, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ഉറക്കം കുറഞ്ഞാൽ ആരോഗ്യം അവതാളത്തിലാവും. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വേണ്ട, ഉറക്കം വേണം. ഈ രാത്രി വേളകളിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരുണ്ട്, ഭയങ്കര അതിശക്തമായ ഉറക്കം വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിട്ട് കിടന്നുറങ്ങും, വണ്ടിയുടെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. ഒരു സെക്കൻഡ് കണ്ണൊന്ന് അടഞ്ഞു പോയാൽ മതി, ആ സെക്കൻഡിലായിരിക്കും ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഉറക്കം വളരെ അത്യാവശ്യമാണ്. റിപ്പയറിങ് നടക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ള കേടുപാടുകളെല്ലാം റിപ്പയർ ചെയ്യപ്പെടുന്നത് ഉറക്കത്തിലാണ്. പല അസുഖങ്ങളും ഭേദമാകുന്നത് ഉറക്കത്തിലാണ്, അല്ലാതെ ഈ ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്ന് കൊണ്ടല്ല. ഇവനെന്താ ചെയ്യുന്നത്? മരുന്ന് ഉറക്കി കിടത്താനുള്ള ഗുളികകൾ കൊടുക്കുന്നു. ഉറക്കമാണ് നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകുന്നത് ഉറക്കമാണ്. അപ്പോൾ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി മുക്തമാണ് ഈ ആത്മതത്വം. അതിൽ നിന്ന് സങ്കല്പങ്ങൾ വാസ്തവത്തിൽ ഉണ്ടാവുന്നില്ല, പക്ഷേ ഭ്രമരൂപത്തിൽ പൊന്തുന്ന സങ്കല്പങ്ങളുടെ അധിഷ്ഠാനമായി, ആധാരമായി അത് വർത്തിക്കുന്നു. നിർനിദ്രമാസനം. ഒരിക്കലും നിദ്ര എന്നുള്ള അനുഭവം ആത്മാവിനില്ല. അത് ശുദ്ധ ചൈതന്യമാണ്, ഉണർവാണ് അതിൻ്റെ സ്വരൂപം. അതിന് ജഡവുമായി സംബന്ധമില്ല. ജഡസംബന്ധം ഉണ്ടായാൽ ശരീരം ശരീരമല്ല, ആർക്കാണോ ജഡസംബന്ധം ഉണ്ടാവുന്നത് അവൻ ക്ഷീണിക്കും. ശരീരമാണ് താനെന്ന് വിചാരിക്കുന്നവൻ, അയാൾക്ക് ശാരീരികമായ ക്ഷീണം ഉണ്ടാവും. എന്തെങ്കിലും മാനസിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി മാനസികമായി തളരും. മനസ്സും ശരീരവും ഒരുപോലെ വിശ്രമിക്കുന്ന ഒരു അനുഭവമാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ സുഷുപ്തി ഒരിക്കലും മനുഷ്യൻ നിഷേധിക്കരുത്. ആ സുഷുപ്തിയെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. പക്ഷേ ഈ സർക്കാർ ഓഫീസിൽ ഉറങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അവർ ക്ഷീണം കൊണ്ടല്ല, അവർ ജോലിയൊന്നും ചെയ്യാതെ ക്ഷീണം ഉണ്ടായി അങ്ങനെ ഉറങ്ങുന്നവരാണ്. ചുമ്മാതിരുന്നാലും ഉറക്കം വരും. ശോമ്പേറി മടിയന്മാർ, അവർക്ക് ഉറക്കം വരും, കാരണം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ മനസ്സ് ഉറക്കത്തിലേക്ക് പോകും. ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നവർക്കാണ് ആ ഉറക്കത്തിൽ നിന്നുള്ള സുഖം ലഭിക്കുക. യദേകാന്ത ചിദാകാശം. ഈ ചിദാകാശം എപ്പോഴും ഏകാന്തമാണ്. ഏകാന്തം എന്ന് പറഞ്ഞാൽ വിജനം, ആരുമില്ല, ഒഴിഞ്ഞു കിടക്കുന്നതാണ്. അതിലൊന്നുമില്ല. ബ്രഹ്മത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ബ്രഹ്മത്തിൽ ഒന്നുമില്ല. ബ്രഹ്മത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ശൂന്യതയാണോ എന്ന് ചോദിച്ചാൽ ശൂന്യതയുമല്ല. ശൂന്യതയെപ്പോലും പ്രകാശിപ്പിച്ചു തരുന്ന ഒന്നാണത്. അതെങ്ങനെ ശൂന്യമാവും? ശൂന്യതയെപ്പോലും അറിയുന്ന, അല്ലെങ്കിൽ അറിയിച്ചു തരുന്ന ആ ആത്മതത്വം എങ്ങനെ ശൂന്യമാകും? അത് ഉള്ളതാണ്, അത് സത്താണ്, സത്യമാണ്, ശാശ്വതമാണ്. അതില്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഇല്ലെന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവിനെ നിഷേധിക്കാൻ പോലും ആത്മാവിൻ്റെ സഹായം വേണം. ഒന്നിനെ ഇല്ലെന്ന് പറയാനോ ഒന്നുണ്ടെന്ന് പറയാനോ ഈ ആത്മാവിന് മാത്രമേ കഴിയൂ. അറിയുക, അനുഭവിക്കുക, അംഗീകരിക്കുക, തള്ളിക്കളയുക, ഇതെല്ലാം ചെയ്യാൻ ഒരാത്മാവ് കൂടിയേ തീരൂ. ആത്മാവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർ പമ്പര വിഡ്ഢികളാണ്. ഞാനില്ല എന്നാരെങ്കിലും പറയുമോ? ഞാൻ ഇല്ല, ഞാൻ എന്നെ നിഷേധിക്കുന്നു. എന്തൊരു വിഡ്ഢിത്തം!
ഞാനില്ല എന്ന് നിഷേധിക്കുന്ന ഒരു ഞാൻ നിങ്ങളുടെ ഉള്ളിലില്ലേ? ആ നിഷേധിക്കുന്നവനെ നിഷേധിക്കാൻ പറ്റുമോ? സാധ്യമല്ല. അവസാനം ഒന്നുണ്ടാവും, ഉണ്ടാവണം. ആ ഒന്നിൽ ചെന്ന് അവസാനിക്കും നമ്മുടെ സകല സാധനകളും സകല തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം ആ ഒന്നിൽ അവസാനിക്കും. ആ ഒന്നിലാണ് സകല സംശയങ്ങളും ലയിച്ചില്ലാതാവുന്നത്. ആ ഒന്നിനെ കണ്ടെത്തണം. കണ്ടെത്താനൊന്നുമില്ല, അത് ഞാനാണെന്ന് ഉറപ്പിച്ചാൽ മതി. കണ്ടെത്താനൊന്നുമില്ല, ഇപ്പോഴേ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഉണ്ടത്. യദേകാന്ത ചിദാകാശം സമം നിർനിദ്രമാസനം. യദേകാന്ത ചിദാകാശം തദ്വിദ്യാ തന്മയം ജഗത്. ശൂന്യമായ വിജനമായ ആകാശം പോലെ ഒഴിഞ്ഞു കിടക്കുന്നതാണ് ഈ ചിദാകാശം. പ്രപഞ്ചം അതാണ് എന്നറിയണം. പ്രപഞ്ചം ചിത്താണ് എന്നറിയണം. അല്ലെങ്കിൽ ചിത്താണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്നറിയണം. അല്ലെങ്കിൽ ചിത്താകുന്ന അധിഷ്ഠാനത്തിൽ പൊന്തിയിട്ടുള്ള ഭ്രമദൃശ്യമാണ് ഈ പ്രപഞ്ചം എന്നറിയണം. ഉള്ളത് ആത്മാവ് മാത്രമാണ്. അകൽപ്പനം തു ജഗത് ബ്രഹ്മൈവേദി സമാധിദൃഷ്ടിയാ അനുഭവം ആരോപയേദിത്യാഹ. ഒന്നിനെയും സങ്കല്പിക്കാതിരുന്നാൽ അപ്പോഴാണ് സമാധി അനുഭവപ്പെടുന്നത്. ആ സമാധിയിലാണ് ജഗത്ത് ബ്രഹ്മം തന്നെ എന്നുള്ള അറിവ് പ്രകാശിക്കുന്നത്. ഇന്ദ്രിയ മനസ്സുകളുടെ തലത്തിലേക്ക് വരുമ്പോൾ ഈ പ്രപഞ്ചം പണ്ടത്തെ പോലെ ഉള്ളതുപോലെ തോന്നുന്നു. അത് മനസ്സിൻ്റെ ഒരു വിഭ്രമമാണ് എന്നാണ് ഒരു ജ്ഞാനി തിരിച്ചറിയുന്നത്. സമാധിന സമസ്തകലനോന്മുക്തം നിർനിദ്രം ച സമം യദാസനം ആത്മമാത്രതയാവസ്ഥാനം തന്മയം തന്മാത്രമേവ തജ്ജഗദ്വിദ്യാത്. സമാധിയിലുള്ള അനുഭവമാണ് സത്യം. സമാധിയിൽ ഞാൻ ഭാവവും പ്രപഞ്ചവും തുടച്ചു നീക്കപ്പെടുന്നു. അവിടെ ഒരു സങ്കല്പവുമില്ല. എന്നാൽ അത് ഉറക്കവുമല്ല. സമാധിയെയാണ് ഇവിടെ നിർനിദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിദ്രയല്ല സമാധി. ഏതാണ്ട് നിദ്രയോട് ഉപമിക്കാവുന്ന ഒരനുഭവമാണ്. നിദ്രയിൽ എന്താ സംഭവിക്കുന്നത്? എല്ലാ ദൃശ്യങ്ങളും മാഞ്ഞു പോകുന്നു. ദൃശ്യങ്ങളെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഞാനെന്ന ജീവഭാവവും അപ്രത്യക്ഷമാകുന്നു. അതുപോലെയുള്ള ഒരു അനുഭവമാണ് സമാധി. പക്ഷെ ആ സമാധി ഉറക്കമല്ല. ഉണർവിൽ എല്ലാം ലയിച്ചു പോകുന്ന അവസ്ഥയാണ് സമാധി. അവ്യക്തത്തിൽ ലയിച്ചു പോകുന്ന അവസ്ഥയാണ് ഉറക്കം. അബോധാവസ്ഥയിൽ പ്രവേശിക്കുമ്പോഴാണ് ഉറക്കം സംഭവിക്കുന്നത്. ബോധാനുഭവത്തിൻ്റെ പാരമ്യതയിലെത്തുന്ന അനുഭവമാണ് സമാധി എന്ന് പറയുന്നത്. രണ്ടിടത്തും ദൃശ്യങ്ങളില്ല, ഞാനെന്ന ജീവഭാവവും ഇല്ല. സമാധിയിൽ നിന്ന് ലഭിക്കുന്നത് ജ്ഞാനം, ഗാഠനിദ്രയിൽ നിന്ന് കിട്ടുന്നത് അജ്ഞാനം. അജ്ഞാനം തന്നെയാണ് ഉറക്കത്തിന് കാരണം.